ബോബി ചെമ്മണ്ണൂരിന് പിന്നാലെ രാഹുൽ ഈശ്വറിനെതിരെ നിയമ നടപടിയുമായി എത്തുകയാണ് നടി ഹണി റോസ്. തന്റെ മൗലിക അവകാശങ്ങളെ നിഷേധിച്ച് അവയിലേക്ക് കടന്നു കയറുകയാണ് രാഹുൽ ഈശ്വർ. തന്നെ അപമാനിക്കുകയും സ്ത്രീത്വത്തെ അവഹേളിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നതിനാൽ രാഹുലിനെതിരെ നിയമ നടപടി സ്വീകരിക്കുകയാണെന്ന് ഹണി റോസ് സോഷ്യൽ മീഡിയ വഴി വ്യക്തമാക്കി. കോടതിയിൽ ഇരിക്കുന്ന കേസിലെ പരാതിക്കാരിയായ തന്നെ കടുത്ത മാനസിക വ്യഥയിലേക്ക് തള്ളിയിടുകയും ആത്മഹത്യയിലേക്ക് കൂടി തള്ളിയിടുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് രാഹുൽ ഈശ്വർ ചെയ്യുന്നതെന്നും ഹണി പറയുന്നു. സൈബർ ഇടത്തിൽ ഓർഗനൈസ്ഡ് ക്രൈം ആസൂത്രണം ചെയ്യുകയാണ് രാഹുൽ ഈശ്വർ. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന തരത്തിൽ നിയമം അനുസരിച്ചുള്ള വസ്ത്രധാരണം മാത്രമാണ് താൻ നടത്തുന്നത്. എന്നാൽ തന്റെ മൗലിക അവകാശങ്ങൾക്കെതിരെ നിയന്ത്രണം ഏർപ്പെടുത്താനും തനിക്കെതിരെ പൊതുബോധം സൃഷ്ടിച്ച് ആക്രമിക്കാനുമാണ് രാഹുൽ ഈശ്വർ ശ്രമിക്കുന്നത്. തന്റെ തൊഴിലിന് നേരെ വരുന്ന ഭീഷണികൾ, അപായ ഭീഷണികൾ, അശ്ലീല ദ്വയാർത്ഥ അപമാന കുറിപ്പുകൾ തുടങ്ങി എല്ലാ സൈബർ ബുള്ളിങ്ങിനും പ്രധാന കാരണക്കാരൻ രാഹുലാണെന്നും പോസ്റ്റിൽ ഹണി ആരോപിക്കുന്നു. രാഹുൽ ഈശ്വർ ഒരു കാരണവശാലും മാപ്പ് അർഹിക്കുന്നില്ലെന്നും ഹണി റോസും കുടുംബവും പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. എനിക്കെതിരെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നടന്ന പകൽ പോലെ വ്യക്തമായ അധിക്ഷേപത്തിനെതിരെ ഞാൻ പരാതി കൊടുത്തു. പോലീസിന്റെ പരാതിയിൽ കാര്യമുണ്ടെന്ന് കണ്ട് കേസെടുക്കുകയും കോടതി ആ വ്യക്തിയെ റിമാൻഡിൽ ആക്കുകയും ചെയ്തു. പരാതി കൊടുക്കുക എന്നതാണ് ഞാൻ ചെയ്യേണ്ട കാര്യം. ബാക്കി ചെയ്യേണ്ടത് ഭരണകൂടവും പോലീസും കോടതിയുമാണ്. എനിക്കെതിരെ നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയും വരുന്ന എല്ലാ വെല്ലുവിളി പോർവിളി കമന്റുകൾക്കും ആഹ്വാനം നടത്തിയ രാഹുൽ ഈശ്വറിനെതിരെ ഞാൻ നിയമ നടപടി കൈക്കൊള്ളും. ഇതാണ് അവസാനമായി ഹണി റോസ് പറഞ്ഞിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യമെടുത്താൽ ഡബിൾ മീനിങ്ങിലുള്ള സംസാരം നിയമപരമായി കുറ്റകരമെന്ന് തെളിയിക്കുക കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ശിക്ഷിക്കാൻ പാകത്തിൽ അത് വാദിച്ച് തെളിയിക്കാൻ പ്രയാസമായിരിക്കും. ഏറ്റവും നികൃഷ്ടമായ അറപ്പിക്കുന്ന പ്രവൃത്തി തന്നെയാണ് ഡബിൾ മീനിങ് പ്രയോഗം, പ്രത്യേകിച്ച് പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ. നിയമത്തിന്റെ പഴുതുകൾ ധാരാളമുണ്ട് എന്നതാണ് ഇങ്ങനെയുള്ളവരുടെ ധൈര്യം. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നെല്ലാം ഇവർക്ക് വാദിക്കാനും കഴിയും. എന്തായാലും ഡബിൾ മീനിങ് പ്രയോഗം നടത്തിയ ബോച്ചയ്ക്ക് ഇനി അത് ആവർത്തിക്കാനുള്ള ധൈര്യം വരുമെന്ന് തോന്നുന്നില്ല. കാരണം മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുമെന്നാണ് അദ്ദേഹം കരുതിയത്. ജാമ്യം തള്ളിയെന്ന് മാത്രമല്ല, ഹൈക്കോടതിയിൽ അതിനെ ചൊവ്വാഴ്ചയെ പരിഗണിക്കൂ. കുറച്ച് ദിവസം കാക്കനാട് ജയിലിൽ കിടക്കുന്നതോടെ ഡബിൾ മീനിങ്ങിന്റെ വില ബോച്ചയ്ക്ക് മനസ്സിലാവും. തൃശൂർ പൂരത്തിന് പോകുന്നത് ജാക്കി വെക്കാനാണ് എന്ന് ഇയാൾ പറഞ്ഞപ്പോൾ കൈയടിച്ചവർ ഏറെ പേരുണ്ടായിരുന്നു. അതാണ് യാഥാർത്ഥ്യം എന്നൊക്കെ പലരും പറഞ്ഞിരുന്നു. ചെറുപ്പകാലത്ത് ചെയ്തുപോയ തെറ്റുകൾ അല്പം വൈകിട്ടായാലും തിരിച്ചറിയുന്നവനാണ് ഒരു നല്ല മനുഷ്യൻ. അന്നത്തെ തെറ്റ് ഇപ്പോഴും ആഘോഷിക്കാൻ മനസ്സുള്ള ബോച്ചെ ഒരു നികൃഷ്ട ജന്മം തന്നെയാണ്. നേരത്തെ ഒരുത്തൻ KSRTC ബസ്സിലിരുന്ന് അടുത്തുള്ള പെണ്ണിനെ നോക്കി ലൈംഗിക അതിക്രമം നടത്തിയപ്പോഴും അവനെ മാലയിട്ട് സ്വീകരിക്കാൻ ഇവിടെ ആളുണ്ടായിരുന്നു. ബോച്ചയെ ആഘോഷിക്കുന്നവരും അത് തന്നെയാണ് ചെയ്യുന്നത്. 9 വർഷം മുമ്പ് ഒരു ലൈംഗിക പീഡന കേസിൽ ബോബി ചെമ്മണ്ണൂർ കുടുങ്ങിയത് അക്കാലത്തെ വൈറൽ വാർത്തയായിരുന്നു. അതിനുശേഷം ബോബി ചെമ്മണ്ണൂർ പിന്നീട് ലൈംലൈറ്റിൽ വരുന്നത് ചാരിറ്റിയുടെയും മറ്റ് നന്മകളുടെയും മുഖമായിട്ടാണ്. നല്ല കാര്യങ്ങളിലൂടെ ആ കളങ്കം കുറെയൊക്കെ മാറ്റിയെടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ വീണ്ടും പഴയ തൃശൂർ പൂരത്തിന് പോയിരുന്ന ബോച്ചയിലേക്കുള്ള തിരിച്ചുപോക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.